ഹായ് ഹലോ സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ ഒന്ന് നോക്കാം. ഇന്ന് 31/8/25 കഥയാണ് കേട്ടോ. അപ്പോൾ കഥയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അനിയനെ ഉപദേശിച്ചു കൊടുക്കുകയാണ് നമ്മളുടെ നന്ദു. നന്ദു പറയും, നീ ചെയ്യേണ്ടതൊന്നും ശരിയല്ല, നിന്നെ കാണാഞ്ഞിട്ട് വീട്ടിലുള്ളവർക്ക് എന്താ ചെയ്യണത്, എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് നീ അറിയുന്നുണ്ടോ, നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എനിക്കും പരിമിതികളുണ്ട്, ഞാൻ പഴയ ആളല്ല, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, മാത്രമല്ല ഞാൻ നിന്നെ ഒരിക്കലും കല്യാണം കഴിക്കില്ല, നീ നിന്നെ കല്യാണം കഴിച്ച ആ പെൺകുട്ടിയായിട്ട് നീ സന്തോഷമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ പറയും, ഇനി നീ എന്നോട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോവും, ഞാൻ പക്ഷെ മരിക്കില്ല, ഞാൻ എവിടെയെങ്കിലും പോയി പിന്നെ ഇരിക്കുകയുള്ളൂ ചെയ്യുക, പിന്നെ ഒരിക്കലും നാട്ടിലേക്ക് വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പറയാൻ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കുക, നീ എന്താ ഇങ്ങനെയെന്ന് പറയും. അപ്പോൾ പറയും, നീ വാ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന് പറയും. അപ്പോൾ എന്നാൽ ഞാൻ നിനക്കിപ്പോൾ പോകണോ എന്ന് ചോദിക്കാൻ. അപ്പോൾ ഇനി പോകണ്ടേ തരാം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒന്ന് ടൗണിൽ കൂടി ഒന്ന് ചുറ്റാൻ പോയല്ലോ എന്ന് വയ്ക്കുമ്പോൾ, നിനക്ക് വേറെ പണിയില്ലേ, നിൻ്റെ തലയിൽ എന്താ, ഞാൻ ഇത്ര നേരം പറഞ്ഞൊന്നും നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നീ വാ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാം, ആദർശേട്ടനും ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട്, അവരുടെ അടുത്ത് കൊണ്ടാക്കി തരാം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഇതൊക്കെ കണ്ടിട്ട് വേണു വണ്ടി എടുത്ത് പോവാണ്. കാരണം വേണുവിന് കിട്ടേണ്ടത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞു. കാരണം ഇനിയിപ്പോൾ ഒരു കുടുംബകലഹത്തിന് അത് ധാരാളം. അപ്പോൾ വേണു സ്വയം പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മകള് പിന്നെ ഇവരെന്തായാലും ഒരുമിച്ച് കയറില്ല, എൻ്റെ മകൾ അവിടെ ഒരു അധികപ്പറ്റാണ്, അതെന്തായാലും നന്നായി, അതുകൊണ്ട് നമുക്ക് അതിൽ കാരണം ഇനിയിപ്പോൾ പിരിഞ്ഞു പോരുകയാണെങ്കിൽ ഇവർ ചോദിക്കുന്ന ഇത് അവൾക്ക് കൊടുക്കും ചെയ്യാമല്ലോ, അവൾക്ക് ജീവിക്കാനുള്ള വകയായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ വീണ് പോരുകയാണ്. അതിൻ്റെ പിന്നാലെ ഇവർ സ്കൂട്ടർ എടുത്തിട്ട് നന്ദു സ്കൂട്ടർ എടുക്കുന്നതിന് അതിൻ്റെ പിറകിൽ ഇവൻ കയറുന്നതും ഒക്കെ കാണുന്നുണ്ട്. കണ്ടിട്ടാണ് വീണ് അവിടുന്ന് പോരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ആദർശം നയനി അവിടെ കാത്തു നിൽക്കുകയാണ്, ഒരു സ്ഥലത്ത്, ഏതൊരു ഒഴിഞ്ഞ സ്ഥലത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെയാണ് സ്കൂട്ടറും കൊണ്ട് പോകുന്നത്. അപ്പോൾ പറയും, നന്ദു വന്നിട്ട് പറയും, അപ്പോൾ നന്ദുവിനെ ഇങ്ങനെ നോക്കുകയാണ്, ഇവനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ പറയും, ഒരു രക്ഷയിൽ അമ്പലനടയിൽ ആൽത്തറയിൽ കിടക്കുകയായിരുന്നു, അവിടെ നിന്നാണ് ഞാൻ കൊണ്ടുവരുന്നത്, പിന്നെ അത് കൈയോടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സ്കൂട്ടറിൻ്റെ മുകളിൽ കയറ്റിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറയും. നീ എന്താ കൊച്ചു കുട്ടിയാണോ, നിനക്ക് എത്ര പറഞ്ഞാലും എന്താ മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആദർശ് കുറേ ചീത്ത പറയണം അനിയനെ. അപ്പോൾ ഇനിയെങ്കിലും നീ നിൻ്റെ കാര്യം നോക്ക്, നീ എന്തിനാ നന്ദുവിനെയും കൂടി ബുദ്ധിമുട്ടിക്കുന്നത്, എല്ലാവരും അവളെ കുറ്റപ്പെടുത്താണ്, അവൾക്ക് ജീവിക്കണ്ടേ, അവളെ നീ ഇങ്ങനെ നാണം കെടുത്തല്ലേ മറ്റുള്ളവരെ പോലെ, പണ്ടത്തെ ജീവിതം അല്ല, ഇതൊന്നും അല്ല, അവൾക്കൊരു ജോലിയുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലിയുണ്ട്, നീ ഇനിയെങ്കിലും അത് മനസ്സിലാക്ക് എന്നൊക്കെ ഇങ്ങനെ പറയണം. എന്തൊക്കെ പറഞ്ഞിട്ടും അതിൻ്റെ പൊട്ടത്തലേക്ക് കയറുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ഈ വേണു ഈ വീഡിയോസൊക്കെ മകൾക്ക് അയച്ചു കൊടുത്തു. മകളവിടെ ഭയങ്കര സീനുണ്ടാക്കുകയാണ്. അത് കണ്ട് പിന്നെ ജലജിയും ജാനകിയും നിൽക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ് അനാമിക. അതിൽ പറയും, മോളെ വല്ല വിവരവും കിട്ടിയോ, വിവരോ കാണിച്ചു തരാം അമ്മേ, ഇത് കണ്ടോ എന്നറിയാനേക്കാട്ടിലും അവന് ആവശ്യം അവളെയാണ്, നന്ദുവിനെയാണ്, ഞാനിതിലൊരു അധികപ്പറ്റാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഈ വീഡിയോ കാണിക്കുമ്പോൾ ജാനകിയെ കണ്ട് ആകെ ഇങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ് ജാനകി. അതുപോലെ തന്നെ പിന്നെ ആ കത്തുന്ന തീയിലേക്ക് എണ്ണ കോരി ഒഴിക്കാൻ ജലജയും കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ജലജ പറയുക, ഇതെങ്ങനെ ഈ കുട്ടി സഹിക്കും, ഈ പെണ്ണിനെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, ഇതാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ നന്ദുവിനെയും നയനേനെയും നവ്യനെയൊക്കെ കുറ്റം പറയും. അപ്പോൾ പറയും, ഒന്നില്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ജലജ പറയുന്നതാണ്. നവ്യ എൻ്റെ മോൻ്റെ കൂടെ ഒളിച്ചോടിപ്പോന്നു, നയന മുഖം മറച്ചു പോന്നു, ഇതിപ്പോൾ ഇവളിങ്ങനെയും, കനകയുടെ സ്വഭാവമാണ് ആ പെൺമക്കൾക്കൊക്കെ, അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ കണ്ട് പറയാൻ തുടങ്ങിയില്ലേ. അപ്പോൾ പറയും, എന്നാലും ആരൊക്കെ വന്നാലും എൻ്റെ മോളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കില്ല, എൻ്റെ മോളെന്നെ ആയിരിക്കും എന്നും എൻ്റെ കൂടെ ഉണ്ടാവുക, ഇതാണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അനാമികയോട് പറയണം, നീ ഒരു കാര്യം ചെയ്യ്, ആ വീഡിയോസ് എൻ്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യേ, ഞാൻ നവ്യനൊന്ന് കാണിക്കട്ടെ, നവ്യല്ലേ ഇപ്പോൾ വലിയ വർത്തമാനം പറയുന്നത്, അവളെ അനിയത്തി പരിശുദ്ധയാണ്, ഇതാണെന്നൊക്കെ, അവളെ വീട്ടുകാർക്കൊന്നും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനും താല്പര്യമില്ല എന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നത്, ഇങ്ങോട്ട് കാണിക്കും, ഞാൻ അവളൊന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്നങ്ങനെ പറയാണ്. അത് കഴിഞ്ഞ് ജലജ അതും കൊണ്ട് വരുമ്പോൾ അബി നവ്യയും കൂടി ഇരുന്ന് സംസാരിക്കുക. എന്തായാലും ഉറക്കം പോയി, ഇനിയിപ്പോൾ അനി വരുന്നവരെ കാത്തിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറയും, അനിയനെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിൽ വലിയൊരു സീൻ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് വീഡിയോ കാണിച്ചു കൊടുക്കുക. അബിയും നവ്യയും കൂടെ കാണുക. ഇപ്പോൾ വലിയ ആദർശം പറയുന്ന ഏട്ടനാണ്, ആ ഏട്ടൻ്റെ അനിയൻ തന്നെ കണ്ടില്ലേ, ഏട്ടൻ കല്യാണത്തിന് മുന്നേ ഒരുത്തിയെ സ്നേഹിച്ചൊരു കുഞ്ഞായി, ഒരുത്തൻ കല്യാണം കഴിഞ്ഞിട്ട്
എന്നിട്ട് വേറൊരുത്തിയുടെ പിറകെ നടക്കുന്നു. അബി പാരായി സൽഗുണ സമ്പന്നൻ അബി. മറ്റവരൊക്കെ പിന്നെ മോശം ആളുകളായി. അവൻ മാത്രമേ ഉള്ളൂ അവൻ്റെ സംസാരത്തിൽ ഏറ്റവും ഉത്തമനായ പുരുഷോത്തമനാണ് അബി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നവ്യ അറിയാം ഒരിക്കലും എൻ്റെ അനിയത്തി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, ഇതിലെന്തോ ചതിയുണ്ട്, ഇത് എവിടെ നിന്ന് ഈ വീഡിയോ കിട്ടിയേക്കുമ്പോൾ അനാമിക തന്നതാണ് പറയുക. അപ്പോൾ അവളാണോ അത്, അവൾക്കിത് എഡിറ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കാൻ എത്ര പ്രയാസം എന്തായിരിക്കുമ്പോൾ ഇത് എഡിറ്റ് ചെയ്തൊന്നുമല്ല, ഇത് ശരിക്കും സംഭവിച്ചു തന്നെയാണ് എന്നിങ്ങനെ ജലജ തർപ്പിച്ച് പറയുകയാണ് കേട്ടോ. അവിടുന്ന് അപ്പോഴേക്കും പിന്നെ എന്തായാലും ഇതൊക്കെ ഇത് ബെഡ്റൂമിനുള്ളിൽ നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പബ്ലിക്കായിട്ട് ചെയ്യുന്നത് പറയുന്ന അബിയാണ് പറയുന്നത്, സൽഗുണ സമ്പന്നനാണ് പറയുന്നത്. ബെഡ്റൂമിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പബ്ലിക്കായിട്ട് നടക്കുന്നത്. ഇവനെ നാണമൊന്നും ഇല്ലാണ്ടായോ, ഏട്ടനെയല്ലേ പിന്തുടരുന്നത്, അപ്പോൾ അത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ ആദർശനിട്ടൊരു കുത്തും. പണ്ടാരട പറഞ്ഞ പോലെ ഈ മുട്ടുകൈ തന്നെ ഇല്ലാത്തവനാണ് ചെറുപേരില്ലാത്തവനെ കുറ്റം പറഞ്ഞാൽ നടക്കുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ. അങ്ങനെ അവിടുന്ന് എന്താ പറയുക, പിന്നെ താഴെ ഭയങ്കര സംസാരമാണ്. ജയനും ഒക്കെ കൂടി ഇരുന്ന് സംസാരിക്കുക. ഇപ്പം അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അമ്മയും അച്ഛനും ഇത് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സങ്കടമാവും. ഈ അബിയുടെ അനിയുടെ ഒരു വിവരമില്ല, പോയി അന്വേഷിച്ച് പോയവരുടെ വിവരമില്ല, ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ജാനകി വരികയാണ്. ജാനകിയും ജലജയും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ ഇവരും വരുന്നുണ്ട്, ദേവയാനിയും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ മോളെ ആ വീഡിയോ നീ കാണിച്ചു കൊടുക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു എല്ലാവരും എത്തട്ടെ എന്നിട്ട് മതിയല്ലോ കാണിക്കുക, എല്ലാവരും പോയവരൊക്കെ വരട്ടെ എന്നിട്ട് മതിയല്ലോ കാണിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, പിന്നെ നിങ്ങളത്ര ഇവളുടെ വീട്ടുകാർ ഇത്ര കുറ്റമൊന്നും പറയുന്നുണ്ട്, അവളുടെ അച്ഛനും പിന്നെ അമ്മയൊക്കെ കണക്കാ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എൻ്റെ മരുമകളെ കുറ്റം പറയണ്ട, ഏടത്തിയുടെ മരുമകൾ ഇപ്പോൾ ഒക്കെ സർവ്വം തികഞ്ഞവളാണല്ലോ എന്നൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയാണ് ഇരുന്നിട്ട്. അപ്പോൾ ജയനും പറയുന്നത് നിർത്ത്, ഇത് നിങ്ങൾ ഈ പറയുന്നത് അച്ഛനോ അമ്മയോ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, ഒരു കുടുംബത്ത് കടന്നിട്ടാണോ ഈ ഇതൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറയും. ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമകളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞിരിക്കുക, എൻ്റെ മരുമകൾ തന്നെയാണ് നല്ലത്, എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയും. നീ ഒന്നും അറിഞ്ഞിട്ടില്ല ജാനകി, നിനക്കൊന്നും അറിയില്ല, അച്ഛനും അമ്മയ്ക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാം മരുമകളുടെ പിന്നെ ഇത് സൽഗുണ സ്വഭാവം എല്ലാവർക്കും അറിയാം എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും എന്താ കാണാൻ പോകുന്നത് കണ്ടോളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശം അനിയും കൂടെ വരികയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹാളിൽ കൂടി നിൽക്കുന്നത് കാണുമ്പോൾ അനി ഇങ്ങനെ ഒന്ന് പതർച്ചയോട് കൂടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് അറിയാം, നീ എവിടെ പോയതാടാ ഇത്രയും നേരം, അജയൻ ചീത്ത പറയുന്നുണ്ട്, നീ എവിടെ പോയതാടാ ഇത്രയും നേരം, നീ ഞങ്ങളെല്ലാവരും കൂടെ തീ തീറ്റിക്കാൻ വേണ്ടിയിട്ടാണോ, നീ എന്താണ് ഈ ചെയ്തു വയ്ക്കുന്നത് നിനക്ക് അറിയോ, നമുക്ക് ഫോൺ വിളിച്ച് പറഞ്ഞൂടെ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജാനകി പോയിട്ട് അനിയുടെ മുഖത്ത് നീ എന്താണ് ഈ കാണിക്കുന്നത് നിനക്ക് അറിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഒന്നുമല്ല, അവളെ കൂടെ ആയിരുന്നു നന്ദു, അവളിപ്പോൾ ഒരു പോലീസ് ഓഫീസറല്ലേ, അപ്പോൾ എന്തും ചെയ്യാലോ, അവളുടെ കൂടെ ആയിരുന്നു, അമ്പലനടയിൽ നിന്ന് തന്നെയാണോ അവനെ പിടിച്ചും കൊണ്ട് വരുന്നത്, അതോ വേറെ എവിടെന്നെങ്കിലും ആണോ കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ പറയും നിങ്ങളെ ജലജ ചോദിക്കും, ജലജ ഭയങ്കര ക്വസ്റ്റ്യൻ ചെയ്യലാണ് ആദർശിനി എന്നായാലും, നിങ്ങൾക്ക് ഇവനെ എവിടുന്ന് കിട്ടി, ആരാ നിങ്ങളെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത്, നിങ്ങൾക്ക് ഇവനെ അമ്പലനടയിൽ നിന്ന് തന്നെയാണോ കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും അമ്പലനടയിൽ നിന്ന് ഞാനല്ല, നന്ദുവാണ് കൂട്ടിയിട്ട് വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംഭവമൊക്കെ ശരി തന്നെ അറിയാം. ഇപ്പോൾ എന്ന് ചോദിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളിങ്ങനെ മാറി വീഡിയോ കാണുകയാണ്. ആദർശം അനിയും പിന്നെ അനി കാണുമ്പോൾ അനി ആകെ ഞെട്ടുന്നത്, കാരണം അനി അറിയുന്നില്ല ഇങ്ങനൊരു വീഡിയോ ഇങ്ങനെയും പബ്ലിക്കായത് അവൻ അറിയുന്നില്ല. അപ്പോൾ പിന്നെ ഇവൻ കാരണം ഇത് കണ്ടു കഴിയുമ്പോൾ ഇവനൊരു ഞെട്ടലുണ്ടാവുന്നുണ്ട്. കാര്യം സംഭവം ശരിയൊക്കെ തന്നെയാണ്. അപ്പോൾ പറയും എന്താടാ നീ കാണിച്ചത്, നിനക്കൊരു ഭാര്യ ഉണ്ടായിട്ടാണോ നീ ഇങ്ങനെ അഴിഞ്ഞാടാൻ നടക്കുന്നത് എന്നിട്ട് അങ്ങനെ ജാനകി വന്നിട്ട് ഈ അനിയുടെ മുഖത്തിട്ടൊരൊറ്റ അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ അനി ആകണ്ട് പതറിപ്പോവുകയാണ്. അതിൽ പറയും പിന്നെ ആര് എന്തൊക്കെ കളി കളിച്ചാലും ശരി, ഇവളുടെ ചേച്ചിയും കൂടെ അവരുടെ അനിയത്തിയെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നാടകങ്ങളാണ് ഈ നടക്കുന്നത്. എന്നിട്ട് പുറമെ അവർ നല്ല മക്കൾ, അവരൊന്നും അറിഞ്ഞിട്ടില്ല, എല്ലാവരും ശുദ്ധഭാവങ്ങൾ, ഇവളിവിടെ അച്ഛനും ഒക്കെ കൂടെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പരിപാടി നടക്കില്ല. എൻ്റെ മരുമകളെ, എനിക്ക് അവൾ മരുമകളെ എൻ്റെ മകൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് ഇറക്കുകയാണ് ജാനകി. എല്ലാവരും നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അവളെ ഇവിടുന്ന് ഞാൻ പറഞ്ഞേക്കില്ല, എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് പറയും. അപ്പോൾ എന്താ എടുത്തേക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനിക്ക് പിന്നെ ശബ്ദം ഇല്ലാണ്ട് ചെയ്യും.
ഇപ്പോൾ ദേവേനി ചോദിക്കും നീ എന്താ അനി കാണിക്കുന്നത് എന്ന് പറയും. അപ്പോൾ അടുത്ത ആൾക്ക് അനി പറയും എനിക്ക് ഇങ്ങോട്ട് വരുന്നതേ മടുത്തു, എനിക്ക് എൻ്റെ ജീവിതമേ മടുത്തു, ഇതല്ല ഇതിനപ്പുറം ഞാൻ ഈ ചെയ്യും, എനിക്ക് മടുത്തു പോയി എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ആകെ എല്ലാവരും സ്തബ്ധരായിട്ട് നിൽക്കണം. കാരണം അനാമിക്ക് ഇത് കേട്ടിരുന്നൊക്കെ പുച്ഛാണ്. അവൻ പോവുക പോട്ടെ, അവൾക്ക് കിട്ടാളത് കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് അതും കൊണ്ട് പോയി വേറെ കല്യാണം കഴിച്ച് ജീവിക്കാം. അതൊക്കെയാണ് അവളുടെ മനസ്സിലെ പ്ലാൻ. കുറേ കഴിയുമ്പോൾ അവനെയും അടുത്ത് അവനെയും ഒഴിവാക്കാം. അതൊക്കെ തന്നെയാണ് അവൾ പ്ലാൻ ചെയ്യുന്നതും. അങ്ങനെ അവിടുന്ന് ആകെ എന്താ പറയുക, ഇതൊന്നും അച്ഛനും ഇതൊക്കെയാണ് അച്ഛനും അമ്മേനെയും കൊണ്ടേ കാണിക്കേണ്ടത്. മുത്തശ്ശനും മുത്തശ്ശി ഇതൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറയും. ഒരിക്കലും ഇവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളും അച്ഛനെയും അമ്മേനെയും അറിയിക്കരുത്, അവർക്കിത് താങ്ങാൻ പറ്റില്ല എന്നിങ്ങനെ ജയനും പറയുന്നുണ്ട്. അങ്ങനെ ആകെ എന്താണ് അനന്തപുരി ആകെ കടന്ന് തിളക്കിയാണ്. ആകെപ്പാടെ പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ. വളരെ പിന്നെ ഇതായി പോവാണ്. കാരണം വേണു ആളിതിന് മുൻകൂട്ടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ പോകുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാണുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു.